പ്രൈസ് ദി ലോർഡ്. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഗ്രന്ഥം തുറക്കപ്പെട്ടു. സങ്കീർത്തന പുസ്തകം 18-ാം അധ്യായം 6-ാം തിരുവചനം വിളിച്ചു പറയുന്നു, കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, എന്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു. അവിടുന്ന് തന്റെ ആലയത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടു. എന്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി. ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആരംഭം മുതൽക്കു തന്നെ നമുക്ക് കാണുവാൻ കഴിയും വിളി കേൾക്കുന്ന സർവശക്തനായ സർവവ്യാപിയായ ദൈവത്തെ. ആ ദൈവം അന്നും ഇന്നും എന്നും ഒരാൾ തന്നെ. അവിടുത്തെ ശക്തിക്ക് മാറ്റമില്ല, അവിടുത്തെ അത്ഭുതത്തിന് കുറവുമില്ല. നമ്മുടെ ദൈവത്തെ കർത്താവ് യേശുക്രിസ്തുവിനെ വിളിച്ചവരാരും ഒരിക്കലും ലജ്ജിതരായിട്ടില്ല. സന്താനങ്ങൾക്ക് വേണ്ടി അബ്രഹാം ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, ദൈവം അവന് സന്താനങ്ങൾ നൽകി. അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഇസ്രായേൽ ജനം ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, അത് ശ്രവിച്ച ദൈവം അവരെ രക്ഷിച്ചു. തോബിത്തും സാറായും ദൈവത്തോട് പ്രാർത്ഥിച്ചു, പ്രാർത്ഥന കേട്ട ദൈവം അവരെ അനുഗ്രഹിച്ചു. ഇങ്ങനെ തന്നോട് പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം ഉത്തരം നൽകുന്ന ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയും. വചനം പറയുന്നു, തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. പലപ്പോഴും മനുഷ്യൻ തന്റെ ആവശ്യങ്ങളിൽ, ദുഃഖങ്ങളിൽ ദൈവത്തെ വിളിക്കുന്നതിന് പകരം ഈ ലോകത്തിന്റെ വഴിയെ പോകുന്നു. ദൈവത്തിന്റെ പക്കലുള്ള യഥാർത്ഥ സന്തോഷം നേടേണ്ട മനുഷ്യൻ ദൈവത്തെ വിസ്മരിച്ച് ഈ ലോകത്തിൽ നിന്നുള്ള നശ്വരമായ സന്തോഷം നേടുവാൻ ആഗ്രഹിക്കുന്നു. സ്നേഹമുള്ളവരെ, നാം ഒരിക്കലും ദൈവത്തിന് കൊടുക്കേണ്ട ആരാധനയും മഹത്വവും ഈ ലോകത്തിലുള്ള മറ്റൊന്നിനും കൊടുക്കരുത്. ഈജിപ്തുകാരുടെ അടിമത്തത്തിൽ നിന്ന് ദൈവം മോചിപ്പിച്ച ഇസ്രായേൽ ജനം മലമുകളിലേക്ക് പോയ മോശയെ കാണാതായപ്പോൾ സൃഷ്ടാവായ ദൈവത്തെ വിട്ട് സൃഷ്ടിയെ ആരാധിച്ചു. അതിനാൽ ദൈവം വാഗ്ദാന ഭൂമിയിലേക്ക് അവർക്ക് പ്രവേശിക്കുവാൻ കാലവിളംബം വരുത്തി. സ്നേഹമുള്ളവരെ, നാം ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരും ആയിരിക്കണം. നാം പ്രാർത്ഥിച്ചാൽ ഏത് പ്രതികൂലങ്ങളുടെയും മധ്യത്തിൽ ദൈവം നമ്മെ രക്ഷിക്കുവാനായി, സഹായിക്കുവാനായി കടന്നു വരും. തിരുവചനത്തിൽ കാണാം, യേശുവും ശിഷ്യന്മാരും വഞ്ചിയിൽ യാത്ര ചെയ്തപ്പോൾ കൊടുങ്കാറ്റുണ്ടായി, വഞ്ചിയിൽ വെള്ളം കയറി. കർത്താവ് കൂടെയുള്ള കാര്യം ഓർക്കാതെ അവർ നിലവിളിക്കുവാൻ തുടങ്ങി. അതിനുശേഷമാണ് അവർ യേശുവിനെ ഉണർത്തിയത്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും യേശുവുണ്ട്. നാം പലപ്പോഴും ജീവിതത്തിൽ യേശുവിനെ ഉറക്കിക്കിടത്തിയിരിക്കുന്നു. നാം എപ്പോഴൊക്കെ കർത്താവ് യേശുവിനെ വിളിച്ചുണർത്തുന്നുവോ അപ്പോഴെല്ലാം അവിടുന്ന് സഹായമായി കടന്നു വരികയും നമ്മുടെ ജീവിതമാകുന്ന തോണിയെ, ഇളകുമറിയുന്ന കൊടുങ്കാറ്റിനെയും തിരകളെയും ശാന്തമാക്കുകയും ചെയ്യും. ഇന്ന് നമ്മുടെ ഏതവസ്ഥയിലും ദൈവത്തെ വിളിക്കണം. ദൈവത്തെ വിളിക്കുന്നവർ, ദൈവത്തെ അന്വേഷിക്കുന്നവർ ഒരിക്കലും മൂഢരല്ല. വചനം പറയുന്നു, ദൈവത്തെ തേടുന്നവരാണ് വിവേകികൾ എന്ന്. സങ്കീർത്തനം പറയുന്നു, കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കൾ നോക്കുന്നു. ദൈവത്തെ തേടുന്ന വിവേകികളുണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു. സ്നേഹമുള്ളവരെ, നാം ഏതവസ്ഥയിലായിരുന്നാലും, എവിടെയായിരുന്നാലും, പാപാവസ്ഥയിലായിരുന്നാലും, കഷ്ടതയിലാണെങ്കിലും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ദൈവം നമ്മെ ശ്രവിക്കണമെങ്കിൽ നാം അവിടുത്തെ വിളിക്കണം. വിളിച്ചാൽ അത് ശ്രവിക്കാതിരിക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയുകയില്ല. കാരണം അവിടുന്ന് കർത്താവായ യേശുക്രിസ്തുവാണ്, ഇമ്മാനുവേലായ ദൈവമാണ്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ ദൈവമായ കർത്താവ് വിളിച്ചു പറയുന്നു, എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം, നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. വചനം പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടിയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും. നമ്മെ എല്ലാ മേഖലയിലും സഹായിക്കുന്ന നല്ല ദൈവം, ആ കർത്താവ് യേശുവിനെ വർണ്ണിക്കുവാൻ ഇന്ന് നമ്മുടെ നാവുകൾ മതിയാവുകയില്ല. അവിടുന്ന് എപ്പോഴും സംരക്ഷകനായി, സഹായിയായി നമ്മോട് കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. എണ്ണമില്ലാതുള്ള നന്മകളോർത്ത് വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. എണ്ണമില്ലാതുള്ള നന്മകളോർത്ത് വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഇന്ന് സിംഹങ്ങളുടെ നടുവിലെന്ന പോലെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നമ്മെ താങ്ങുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്.
നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു കർത്താവ്. അവിടുന്ന് പറയുന്നു, നീ എനിക്ക് വിലപ്പെട്ടവനും പ്രിയങ്കരനുമാണ്. അതുകൊണ്ട് ആ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു ചെന്ന് വിശ്വാസത്തോടുകൂടി കർത്താവിനെ നമുക്ക് വിളിക്കാം. സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടിനിയും, തീച്ചുള നിന്നെ മൂടിയെന്നാലും ഭയപ്പെടേണ്ടിനിയും. സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടിനിയും, തീച്ചുള നിന്നെ മൂടിയെന്നാലും ഭയപ്പെടേണ്ടിനിയും. കൺമണി പോൽ നിന്നെ കാക്കുന്ന ദൈവം തന്നുള്ളം കയ്യിൽ വഹിച്ചിടുമെന്നും, കൺമണി പോൽ നിന്നെ കാക്കുന്ന ദൈവം തന്നുള്ളം കയ്യിൽ വഹിച്ചിടുമെന്നും. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഇന്ന് നിന്റെ കൂട്ടിനായി ആരുമില്ലെന്ന് നീ നനയ്ക്കുമ്പോഴും, നീ ഒറ്റപ്പെട്ടു എന്ന് കരുതി വിതുമ്പുമ്പോഴും കർത്താവ് പറയുന്നു, മകനെ മകളെ, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ്. ഇന്ന് നമ്മുടെ കൂട്ടിനായി കർത്താവ് യേശു ക്രിസ്തു നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് കർത്താവിന്റെ അടുക്കിലേക്ക് ചെല്ലാം. കൂട്ടിനായാലും കൂടില്ലെന്നാലും ഭയപ്പെടേണ്ടിനിയും, കൂടെ സഹിപ്പാൻ ആരുമില്ലെന്നാലും ഭയപ്പെടേണ്ടിനിയും. കൂട്ടിനായാലും കൂടില്ലെന്നാലും ഭയപ്പെടേണ്ടിനിയും, കൂടെ സഹിപ്പാൻ ആരുമില്ലെന്നാലും ഭയപ്പെടേണ്ടിനിയും. തന്നുള്ളം കയ്യിൽ വരച്ചവൻ നിന്റെ കൂടെ നടക്കും, കൂടെ വസിക്കും. ഹല്ലേലൂയ. തന്നുള്ളം കയ്യിൽ വരച്ചവൻ നിന്റെ കൂടെ നടക്കും, കൂടെ വസിക്കും. അതുകൊണ്ട് ദൈവം പറയുന്നു, ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേലായ കർത്താവ് നമ്മുടെ കൂടെ. നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഇന്നേ ദിവസം കർത്താവ് യേശു ക്രിസ്തു നിങ്ങൾ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.